ആധുനിക ചികിത്സാ സൗകര്യങ്ങളുടെയും വിദഗ്ധ ഡോക്ടർമാരുടെയും സേവനമിനി നിങ്ങളുടെ അടുത്തും. വിശ്വസ്തതയുടെ പര്യായമായ ചേലക്കര ജീവോദയ മിഷൻ ആശുപത്രിയിൽ 7ലധികം ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നു. കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫാർമസി, ലാബ്, എക്സ്റേ, അത്യാഹിത വിഭാഗം എന്നിവയുമുണ്ട്. അത്യാധുനിക അൾട്രാസൗണ്ട്, 2D എക്കോ, ഓഡിയോമെട്രി, ECG, EMG, സ്ലിപ്പ് ലാബ്, സ്പൈറോമെട്രി, PFT, TMT തുടങ്ങിയ പരിശോധനാ സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഡയാലിസിസ് സേവനവും ഒരുക്കിയിരിക്കുന്നു. അത്യാധുനിക ആംബുലൻസ്, ICU ആംബുലൻസ് സേവനവും ലഭ്യമാണ്. തൃശൂരിൽ നടക്കുന്ന 64ാമത് കലോത്സവത്തിന്റെ സ്വർണ്ണക്കപ്പിന് ചേലക്കരയിൽ വെച്ച് നൽകുന്ന സ്വീകരണത്തിനായി സംഘാടക സമിതി രൂപീകരിച്ചു. ജനുവരി 12-ന് SMT സ്കൂളിൽ വെച്ചാണ് സ്വീകരണം നൽകുന്നത്. ജനുവരി 14 മുതൽ 18 വരെ തൃശൂരിൽ വെച്ച് നടക്കുന്ന 64ാമത് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ മുന്നോടിയായി വിജയികൾക്കുള്ള സ്വർണ്ണക്കപ്പിന് ചേലക്കര നിയോജക മണ്ഡലത്തിൽ നൽകുന്ന സ്വീകരണത്തിനായി സംഘാടക സമിതി രൂപീകരിച്ചു. ചേലക്കര SMT സ്കൂളിൽ നടന്ന യോഗം യുവ പ്രദീപ് MLA ഉദ്ഘാടനം ചെയ്തു. സ്വർണ്ണക്കപ്പ് ചേലക്കരയെ ഒന്ന് കാണിക്കാനും പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് 12-ാം തീയതി ഈ മണ്ഡലത്തിൽ എത്തുന്നത്. നമുക്കറിയാം, 64ാമത് സ്കൂൾ കലോത്സവം തൃശ്ശൂർ ജില്ലയ്ക്കകത്താണ് നടക്കാൻ പോകുന്നത്. 14 മുതൽ 18 വരെയുള്ള തീയതികളിൽ തൃശ്ശൂർ ജില്ലയ്ക്കകത്ത് വലിയ ഉത്സവമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ഇപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെയും അകത്തും പുറത്തും എല്ലാ കണ്ണും കലോത്സവവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തയുടെ ഭാഗമായി 12-ാം തീയതി എല്ലാ നിയോജക മണ്ഡലത്തിലും ഈ കപ്പ് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അങ്ങനെ പോകുന്ന കൂട്ടത്തിൽ ചേലക്കരയിൽ 3 മണിക്ക് 12-ാം തീയതി ഇവിടെ എത്താൻ പോവാണ്. ചേലക്കരയിൽ എത്തുമ്പോൾ ഒട്ടും മോശമല്ലാത്ത രീതിയിൽ നമുക്ക് ഈ സ്വർണ്ണക്കപ്പിനെ സ്വീകരിച്ച് ചേലക്കരക്കാർക്കൊന്ന് പരിചയപ്പെടുത്തണം. അങ്ങനെ പരിചയപ്പെടുത്തുമ്പോൾ വെറുതെ വന്നു പോവുക എന്നതല്ല ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഈ ആകെ നാടിനെ മുഴുവൻ ഇളക്കി ഈ ശ്രദ്ധ മുഴുവൻ നമുക്ക് ചേലക്കരയിൽ കൊടുത്ത സ്വീകരണം അല്ലെങ്കിൽ ആ സ്വർണ്ണക്കപ്പ് വരുമ്പോൾ വരവേൽപ്പ് അതിഗംഭീരമായി മാറ്റിയെടുക്കണം എന്നാണ് ഒരു ആലോചന, പ്രാഥമിക ഒരു ആലോചന ഈ യോഗത്തിന് തൊട്ടു മുമ്പേ ഒന്ന് കൂടി ആലോചിച്ചത്. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P. പ്രശാന്തി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കേരള സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലാണ് നടക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ മുന്നോടിയായി സ്വർണ്ണക്കപ്പ് സ്വീകരണ യാത്ര എത്തിച്ചേരുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ സംഘാടക സമിതി യോഗം ചെയ്യുന്നത്. 12-ാം തീയതിയാണ് സ്വർണ്ണക്കപ്പ് നമ്മുടെ മണ്ഡലത്തിൽ എത്തിച്ചേരുന്നത്. AEO ഷീജ കുനിയിൽ, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ മായ ടീച്ചർ, ബുഷറ ടീച്ചർ എന്നിവർ പങ്കെടുത്തു. കൂടാതെ പാഞ്ഞാൾ പഞ്ചായത്ത് പ്രസിഡന്റ് സന്ദീപ് കോന്നനാഥ്, പഴയന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുമിത, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KP ഷാജി, സജി ഓട്ടുപാറയ്ക്കൽ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു. ജനുവരി 12-ന് വൈകിട്ട് 3 മണിക്കാണ് സ്വർണ്ണക്കപ്പിന് ചേലക്കരയിൽ ആവേശകരമായ സ്വീകരണം നൽകുന്നത്. സ്കൂൾ കലോത്സവം തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂരിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ജാനുവരി 14 മുതൽ 18-ാം തീയതി വരെ തൃശ്ശൂരിൽ വിവിധ വേദികളിലായി സ്കൂൾ കലോത്സവം നടക്കുകയാണ്. അതിനു മുന്നോടിയായി എല്ലാ വർഷവും സ്വർണ്ണക്കപ്പ് ഓരോ ജില്ലയിലൂടെ സ്വർണ്ണക്കപ്പിൻ്റെ പര്യടനം ഉണ്ടാവാറുണ്ട്, സ്വീകരണം നൽകാറുണ്ട്. ഈ വർഷം നിയോജക മണ്ഡലം അടിസ്ഥാനത്തിലാണ് സ്വർണ്ണക്കപ്പിന് നമുക്ക് സ്വീകരണം കൊടുക്കേണ്ടത്. CCV ന്യൂസ്, ചേലക്കര.